സാഭിമാനം സാഹിത്യനഗരം. എന്റെ കോഴിക്കോട്. അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നു മുതിർന്ന നാടക സംവിധായകനും വയലിനിസ്റ്റുമായ വിൻസെന്റ് സാമുവൽ. വർഷങ്ങളായിട്ട് കോഴിക്കോടിന്റെ എല്ലാ സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ ഇടപെട്ട് പ്രവർത്തിക്കുന്ന വ്യക്തി എന്ന നിലയിൽ കഴിഞ്ഞ 60-65 വർഷമായി ഈ രംഗത്ത് പ്രവർത്തിച്ചു വരുന്നു. ആദ്യഘട്ടങ്ങളിലെ കോഴിക്കോട് ടൗൺ ഹാളിൽ 30 ദിവസം പ്രോഗ്രാം ഉണ്ടാവും. അതിൽ 20 ദിവസങ്ങളും നാടകങ്ങളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അത് ഗാനമേള ഏറ്റെടുത്തിരിക്കുന്നു. അന്ന് ഈ ചെറുകിട കലാസമിതികളുടെ നാടകങ്ങളായിരുന്നു. കാരാജീവജന, കാരപ്പറമ്പ്, യുണൈറ്റഡ് ഡബെ അക്കാദമി, മലാപ്പറമ്പ് സിംഫണിക്കാര്, ഗോവിന്ദപുരം കലാക്ഷേത്രം, ഇങ്ങനെയൊക്കെയുള്ള അവരൊക്കെ വർഷത്തിൽ 1-2 നാടകങ്ങൾ അവതരിപ്പിക്കും. എമേച്ചർ നാടകങ്ങളാണ്. പ്രൊഫഷണൽ നാടക സമിതി അന്നൊന്നും ഉണ്ടായിരുന്നില്ല. റേഡിയോ നാടകങ്ങൾ വളരെ സജീവമായിരുന്നു. അത് കാത്തിരിക്കുമായിരുന്നു. ഞങ്ങൾ പല എഴുത്തുകാരുടെയും നാടകങ്ങൾ റേഡിയോ കൂടി, ഇബ്രാഹിം മേഖലയുടേത്, ചന്ദ്രശേഖരൻ തിക്കൂട്ടി, ഇങ്ങനത്തെയുള്ള നാടകങ്ങൾ നമ്മൾ വളരെ കൗതുകപൂർവ്വം വെച്ചുകൊണ്ടിരുന്ന കാലം ഉണ്ടായിരുന്നു. നാടകം ഒരു സാഹിത്യ സൃഷ്ടി തന്നെയാണ്. അതിന് ദൃശ്യ പ്രാധാന്യം ഉണ്ട് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് നോവലിനെ പോലെയോ ചെറുകഥയെ പോലെയോ ആസ്വദിക്കാനുള്ളത്, കണ്ട് ആസ്വദിക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ നാടകവും ഈ നമ്മൾ സാഹിത്യ നഗര പദവി കിട്ടിയതിൽ വലിയൊരു പങ്ക് വഹിച്ചിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഈ സാഹിത്യകാരന്മാരൊക്കെ തന്നെ പലരും, റിക്കോർഡ് മാഷ് തന്നെ നല്ല നാടകങ്ങൾ എഴുതിയിട്ടുണ്ട്. MT വാസുദേവൻ എന്നാൽ ആപ്പാട് ഒരു നാടകം എഴുതിയിട്ടുള്ളൂ, ഗോപുരനടയിൽ. പക്ഷെ അത് കേരളത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ നാടകങ്ങളായി മാറുകയായി. കുറെ നാടക കൃത്തുകൾ കോഴിക്കോടിന് വലിയ സംഭാവന ചെയ്തവരാണ്. അവരൊക്കെ നമ്മൾ വളരെ സ്നേഹപൂർവ്വം ബഹുമാനപൂർവ്വം നോക്കിക്കാണേണ്ടവരാണ്. അപ്പോൾ സജീവത നാടകം കൊണ്ട് സമ്പന്നമായിരുന്നു കോഴിക്കോടിന്റെ വൈകുന്നേരങ്ങൾ എന്ന് പറഞ്ഞാൽ. ഒരു ടൗൺ ഹാളിൽ വന്നാൽ ആർക്കൊരു നാടകം കാണാം. നാടകം മരിക്കുന്നു എന്നൊക്കെ പറയുന്ന കാര്യത്തോടൊന്നും എനിക്ക് യോജിക്കാൻ കഴിയില്ല. ഏറെ നാടകകൃത്തുക്കളുടെ നാടകങ്ങളിലേക്ക് പങ്കെടുക്കാനും അവരുടെ പ്രവർത്തനങ്ങളിൽ ഭാഗമാക്കാനും കഴിഞ്ഞ ഒരു വ്യക്തി എന്ന നിലയിൽ എനിക്കേറെ സന്തോഷമുണ്ട്. നാടകക്കാരൻ എന്ന് പറയുന്ന ഞാനൊരു ആത്യന്തികമായി ഒരു വയലിനിസ്റ്റാണ്. അതുകൊണ്ട് തന്നെ എമേച്ചർ നാടകങ്ങളിൽ എനിക്കൊരു പ്രധാന സ്ഥാനം അക്കാലത്തൊക്കെ ലഭിച്ചിരുന്നു. ഒരു കാലത്ത് ലൈവായിട്ടാണ് നാടകങ്ങൾക്ക് സംഗീതം നൽകിയിരുന്നത്. അത് വളരെ സജീവമായ ഒരു കാലഘട്ടമായിരുന്നു. കോഴിക്കോട് സദസ്സ് എന്ന് പറയുന്നത് അത് അന്നത്തെ ഒരു വല്ലാത്ത ആവേശമായിരുന്നു. ഒരു 6 മണിക്ക് നാടകം എന്ന് പറയുമ്പോൾ 5:30 മണിയാകുമ്പോൾ ടൗൺ ഹാളിൽ വന്നിരിക്കുകയും നാടകത്തെ അതിന്റെ എല്ലാ അർത്ഥത്തിലും മനസ്സിലാക്കാൻ തരത്തിൽ മനസ്സ് ഒരുക്കിക്കൊണ്ട് ഒരു സദസ്സ് ഉണ്ടായിരുന്നു. സദസ്സ് ധന്യമായിരുന്നു അന്ന്. അതന്നെയാണ് ഞാൻ പറഞ്ഞ ടൗൺ ഹാളിൽ ഒരു മാസത്തിൽ 20 ദിവസവും നാടകം ഉണ്ടായിരുന്നു. 20 ദിവസങ്ങളിലും ടൗൺ ഹാള് ഫുള്ളായിരുന്നു കാണാനും. വളരെ ശ്രദ്ധാപൂർവ്വം വീക്ഷിക്കുകയും വിമർശന ബുദ്ധിയോടുകൂടി കൈകാര്യം ചെയ്യുന്ന ഒരു വലിയൊരു സദസ്സ് കോഴിക്കോട് ഉണ്ടായിരുന്നു. ഇനിയും ആ സദസ്സിന് വേണ്ടി ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ മലയാള നാടകവേദിക്ക് തളർച്ചയില്ല, വളർച്ചയേ ഉള്ളൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാം. ആകാശവാണി കോഴിക്കോട്. വെള്ളപ്പൊക്കം, KT മുഹമ്മദ് എഴുതിയ നാടകം. ഇതോ യാ ഹലവലാ ഖുവത്തില്ലാ ബില്ലാഹ്. എന്താ നമ്മളീ കാണുന്നത് റബ്ബേ? കാഫിർച്ചീങ്ങളെ വേഷോട്ടിട്ട് 4-5 ദിവസം കൊണ്ട് നിങ്ങൾ എല്ലാവരും കൂടെ ഇവിടം കൊണ്ട് എത്തിച്ചില്ലേ? വെള്ളത്തിന്ന് രക്ഷപ്പെടുത്തുമ്പോ അവൾ ഉടുത്ത വേഷേ അവൾക്കുണ്ടായിരുന്നുള്ളൂ. ഒന്ന് മാറ്റി ഉടുക്കാൻ ഇവിടെ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഉള്ളത് ധരിപ്പിച്ച് ഇനിയൊരു മിനിറ്റ് ഓളൂടെ വെച്ച് ഓർപ്പിച്ചുകൂടാ. എന്തിനാ എന്റെ മോളെ വിളിച്ചത്? ജാനകി, നീ അകത്ത് പോ. വാ മോളെ, നമുക്ക് അകത്തേക്ക് പോവാം. അവൾ അവിടെ നിൽക്കട്ടെ, നീ പോയാ മതി. എന്റെ മോളെ വിട്ട് ഞാൻ എങ്ങും പോവില്ല. എന്റെ മോളോ? എന്താണ് റബ്ബേ ഞമ്മള് കേൾക്കണത്? ഇത് എന്റെ മോളാ, എന്റെ സുനിത മോള്. എന്റെ മമ്പർത്ത തങ്ങളെ പേരും മാറ്റിയോ? എന്താണ് ഗോവിന്ദായതല്ലോ? അച്ഛാ, ഇനി കൂടുതൽ സംസാരിക്കാതിരിക്കുന്ന നല്ലത്. സുബേദെ അവര് കൊണ്ടുപോയിക്കോട്ടെ. മോളെ സുബേദേ, നിങ്ങൾ എല്ലാരും കൂടി എന്റെ മോളെ എന്താ വിളിക്കുന്നത്? ജാനകി, നീ ഒന്നും മിണ്ടാതെ നിൽക്കുന്നുണ്ടോ? ഈ നിൽക്കുന്നത് നിന്റെ സുനിത മോളല്ല. നിന്റെ ഭ്രാന്തൊന്ന് മതിയാക്ക്. ഈശ്വര, നീ എന്റെ മോളല്ലേ? മോളെ, കുറച്ചു ദിവസം കൊണ്ടാണെങ്കിലും നീ ഈ കുടുംബത്തിലെ അംഗം പോലെ ആയിട്ടുണ്ട്. കാരണം നീ പടി കയറി വന്നതല്ല, ഇവിടെ വന്ന് ചിറകറ്റ് വീണതാണ്. നീ പോകുന്നതിൽ ഞങ്ങൾക്കൊക്കെ സങ്കടമുണ്ട്. എന്നാലും പോകാതെ വയ്യ മോളെ. സാഭിമാനം സാഹിത്യനഗരം. സാഭിമാനം സാഹിത്യനഗരം ഇനി തിങ്കളാഴ്ച രാവിലെ 7:10.